കുറെ ആളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ട്രൂ സയൻസ് പറഞ്ഞിട്ടുണ്ട്. ഞാനതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഓക്കെ ആയതുകൊണ്ട് മാത്രം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ ഈ ഫീൽഡ് വിട്ടിട്ട് പോകാൻ നിന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ എന്റെ ഇതുകൊണ്ട് ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ കോൺഫിഡൻസോടെ എഴുതി ട്രേഡ് എടുക്കണം, അല്ലെങ്കിൽ എവിടെ വരെ ഹോൾഡ് ചെയ്യാന്നില്ലേ ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ട്രൂ സയൻസിലേക്ക് ഞാൻ ഒരു അവസാനത്തെ ഒരു ട്രൈ ഒന്ന് നോക്കിയേക്കാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ യൂട്യൂബിൽ കുറെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, രണ്ട് മീറ്റിംഗ് സൂം മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ സംഭവം മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ കണ്ടിട്ട് ഞാൻ വന്നത്. സപ്പോർട്ട് സൂപ്പർ ആയിരിക്കും. അഭിസാറായിരുന്നു ഉണ്ടായിരുന്നത് വാട്സപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി. ഏത് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാലും വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു. ഇതിന് മുന്നേ ഞാൻ ഒരു 4-5 സ്ഥലത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം സൂപ്പർ ട്രേഡേഴ്സ് ആണ്, അവർ അടിപൊളി പ്രോഫിറ്റ് ആക്കുന്ന ആൾക്കാരാണ്. അത് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ പറ്റുന്നില്ല, പിന്നെ ഇതെടുത്ത് കാര്യമില്ല. ശരിക്കും നമുക്കത് യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് യൂസ്ഫുൾ അല്ല ഉണ്ടായി. ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പോലും സിമ്പിൾ ആയിട്ട് പഠിച്ചെടുത്തിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ട്രൂ സയൻസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോൺഫിഡൻസ് ആണ്. അത് 50,000 രൂപ കിട്ടൂല. ഹൗ യു? കുഴപ്പമില്ല, നന്നായിട്ട് പോണു. അടിപൊളി ബ്രോ. എങ്ങനെയായിരുന്നു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്? ആസ് എ ബിഗിനർ ആണോ അതോ ഇന്റർമീഡിയറ്റ് ആണോ? ഞാൻ ശരിക്കും ഇന്റർമീഡിയറ്റ് ആയിരുന്നു. ഞാൻ 2020 തൊട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ട്രേഡ് എല്ലാം എടുത്തിട്ട് അത്യാവശ്യം ചെറിയ ചെറിയ ലോസ് എല്ലാം ആക്കി ഇങ്ങനെ അടിപൊളി. പോയിക്കൊണ്ടുണ്ടായതാ. പിന്നെ എങ്ങനെയുണ്ട് ട്രൂ ഉം. സെൻസിന്റെ കോഴ്സ്, ടി എം സി കോഴ്സ് എടുത്തിട്ട് എങ്ങനെയുണ്ട് ബ്രോ? ടി എം സി അഡ്വാൻസ്. PMC കോഴ്സ് പറഞ്ഞ സത്യം പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ ഈ ഫീൽഡ് വിട്ടിട്ട് പോകാൻ നിന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഒരു 3 വർഷം കാര്യമായി ട്രൈ ചെയ്തു. എപ്പോഴെങ്കിലും പ്രോഫിറ്റ് ആയിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും കുറച്ച് പ്രോഫിറ്റ് ആവും, ഇടയ്ക്ക് ലോസ് വരും. അറിയാം മിസ്റ്റേക്ക് പറ്റുന്ന വെച്ചാൽ കൃത്യമായ സ്ട്രാറ്റജി ഇല്ല, റിസ്ക് റിവാർഡ് ഇല്ല, റേഷ്യോ ഇല്ല, അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് തീരെ ഇല്ല എന്ന കണ്ടീഷനിലാണ് ഉണ്ടായത്. ഇത് ഉണ്ടാക്കി എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്നാലും പ്രോപ്പർ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും ഇത് ഉണ്ടാക്കി എടുക്കൽ സത്യം പറഞ്ഞാൽ പറ്റില്ല. ഈ കുറെ കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണല്ലോ ഒരാൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇപ്പൊ ട്രൂ സയൻസിലേക്ക് ഞാൻ ഒരു അവസാനത്തെ ഒരു ട്രൈ ഒന്ന് നോക്കിയേക്കാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ യൂട്യൂബിൽ കുറെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, രണ്ട് മീറ്റിംഗ് സൂം മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ സംഭവം മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഫസ്റ്റ് ആദ്യത്തെ ക്ലാസ് ഉണ്ടായിരുന്നു, നിങ്ങളെ ഓൺലൈനിൽ പഠിക്കേണ്ട ക്ലാസ് ഉണ്ടല്ലോ കുറച്ച്. ഞാൻ വെച്ചാൽ ഇത്രയും സിമ്പിളായി കാര്യമാണോ ദൈവമേ, ഇത്രയും പൈസയും കൊടുത്ത് വാങ്ങി ചെയ്ത് ഇനി ഇത് എന്താവുന്ന ഒരു പിടിത്തമില്ല. കാരണം വെച്ചാൽ ഇതിനു മുന്നേ ഞാൻ ഒരു 4-5 സ്ഥലത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം സൂപ്പർ ട്രേഡേഴ്സ് ആണ്, അവർ അടിപൊളി പ്രോഫിറ്റ് ആക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അത് അവര് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. പിന്നെ നമ്മ എത്തപ്പറ്റുന്നില്ല, പിന്നെ ഇതെടുത്തിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും നമുക്കത് യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് യൂസ്ഫുൾ അല്ല ഉണ്ടായി. ഇത് പഠിപ്പിച്ചവർക്ക് സത്യം പറഞ്ഞാൽ യൂസ്ഫുൾ ഉണ്ടായിനി. കാരണം ഞാൻ പോയ സ്ഥലത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി വന്നവര്. അവിടുന്ന് പഠിച്ചതില് എനിക്ക് കുറെ ആൾക്കാർ അറിയാം. അതിലൊരു 70% ആൾക്കാരും ആ കോഴ്സ് കൊണ്ട് പ്രോഫിറ്റ് ആയിട്ട് അതിന്റെ കാര്യം എനിക്കറിയാം. ഇതേ കണ്ടീഷനാണ് ഒരുവിധം പഠിപ്പിക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും വരുന്നത്. ഇപ്പൊ ഇതിന്റെ കാര്യത്തിൽ എന്റെ ഇതുകൊണ്ട് ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ കോൺഫിഡൻസോടെ എഴുതി ട്രേഡ് എടുക്കണം, അല്ലെങ്കിൽ എവിടെ വരെ ഹോൾഡ് ചെയ്യാന്നില്ലേ ആ ഒരു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. വെച്ചാൽ ഇത് കൂടി നടന്നിട്ടില്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇനിയിപ്പോ ട്രേഡിങ് പറ്റൂല എന്നുള്ള രീതിയിലല്ലേ ഞാൻ വിചാരിക്കട്ടെ. ഇത് ഓരോ ടൈമിലും എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ക്ലാസ്സും പുതിയ പുതിയ കോഴ്സും അവരിൽ ഓരോ രീതിയിലല്ലേ പഠിപ്പിക്കുന്നത്. അതൊന്നും നമുക്കൊരു റിലയബിൾ ആയിട്ട് തോന്നുന്നില്ല. മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കിത് കോൺഫിഡൻസ് ഇല്ല ആ സാധനങ്ങളൊന്നും. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് സ്റ്റേറ്റിലെ അഭിപ്രായത്തിലെ ആൾക്കാരുണ്ടാവും. അപ്പോ ട്രൂ സെൻസ് അത് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പെർഫെക്റ്റ്. നമുക്കൊരു കോൺഫിഡൻസ് കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ, കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുറെ സ്ഥലത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും കിട്ടാത്തൊരു കോൺഫിഡൻസ് സത്യം പറഞ്ഞാൽ ഇതിൽ കിട്ടിയിട്ടുണ്ട്. എന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അറിയാലോ, അല്ല, അത് ഒരു പാക്കേജ് ചാർട്ട് നോക്കിയിട്ട് അത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബാക്കിൽ നമുക്ക് സ്കില്ലും വേണം. അതുപോലെ നമുക്ക് എല്ലാ രീതിയിലും ഇതാവണല്ലോ. എല്ലാവർക്കും അത് ഒരേ ടൈമിൽ പറ്റണമെന്നില്ല. ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പോലും സിമ്പിൾ ആയിട്ട് പഠിച്ചെടുത്തിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് തന്നെ സത്യം പറഞ്ഞ ട്രൂ സെൻസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഫീസിന്റെ ഇത് പോയാലും കുഴപ്പമില്ല, ഒരു കോൺഫിഡൻസ് കയറിയിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കും റെഡി ആവുമല്ലോ. റിട്ടേൺ കിട്ടുന്ന സാധനമാണെങ്കിൽ ആ ഒരു ഫീൽ ആയി ഇപ്പൊ സത്യം പറഞ്ഞ ട്രൂ സയൻസിൽ ഇല്ല. ലൈവ് മാർക്കറ്റിൽ പരീക്ഷ നോക്കിയില്ലേ ബ്രോ? ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അത് തന്നെയാ കോൺഫിഡൻസിന് കാരണം മെയിൻ ആയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീക്കിൽ എടുത്തതിൽ ഏകദേശം എടുത്ത ട്രേഡെല്ലാം നമ്മളെ വ്യൂ അനുസരിച്ച് പോകുന്നുണ്ട് എന്ന് കാണുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഗുഡ് ഗുഡ്. സപ്പോർട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? സപ്പോർട്ട് സൂപ്പർ ആയിരുന്നു ശരിക്കും. അഭിസാറായിരുന്നു ഉണ്ടായിരുന്നത് വാട്സപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി. ഏത് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാലും വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് സത്യം പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു. പിന്നെ ഇപ്പോ
സൂം മീറ്റിംഗിന്റെ സെഷനാകുമ്പോൾ പോലും പൈസ എല്ലാ കാര്യങ്ങളും വളരെ ഇത് വെച്ചാൽ ഓരോരാളെ പ്രശ്നങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നം ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ മിസ്സായിട്ടുണ്ടാവും. പക്ഷെ വേറൊരാളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ആ ഇതേ പ്രശ്നം നമുക്കുണ്ടല്ലോ, ഇതിന്റെ ഉത്തരം എന്നാന്നുള്ള ശരിക്കും പറഞ്ഞിരുന്ന രീതിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ അതുപോലെ ശരിക്കും തന്നെ അത് തന്നെയാ കോൺഫിഡൻസ്. കാരണം യെസ്. പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു മുന്നേ വന്ന് ചേരായിരുന്നു ഞാൻ സത്യം വിചാരിക്കും. ഞാൻ പിന്നെ അതുപോലെ തന്നെ ബ്രോ, ഇപ്പം ചില ആൾ ചോദിക്കുന്നില്ലേ 50,000 ഈ കോഴ്സിന്, ഈ നിങ്ങൾ ഈ 5 മണിക്കൂർ 9 മണിക്കൂറിന്റെ കോഴ്സിനാണ് 50,000 രൂപ വാങ്ങുന്നതെന്നൊക്കെ ചില ആൾക്കാർ ഇപ്പോഴും അറിയാതെ ചോദിക്കുന്നുണ്ട്. എന്താണ് ബ്രോ അതിനുള്ള ഒരു ആൻസർ, നിങ്ങൾ പഠിച്ച സ്ഥിതി? ഞാൻ ഇപ്പൊ പറയട്ടെ, ഇപ്പോ 50,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു 3 മാസത്തിനുള്ളിൽ അതൊരു എന്താ പറയാ ഒരു 1.5 ലക്ഷം ആക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ അത് ഗ്യാരണ്ടീഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യൂലേ, അതിനവർക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിയും ഇത് നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ആകുന്നുള്ളത്. എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓക്കെയാണ് സത്യമായിട്ടും. ആദ്യ സമയത്ത് എനക്കും ഉണ്ടായിരുന്നു. ആദ്യത്തെ ക്ലാസ് ഫസ്റ്റ് സൂം മീറ്റിംഗിന് കഴിയുന്നതിന് മുന്നേ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോൺഫിഡൻസ് ആണ്. അത് 50,000 രൂപ കിട്ടൂല്ലോ. പക്ഷെ ഇത് ലൈഫ് ടൈമിലേക്കുള്ള ഒരു വരുമാനം തന്നെ അല്ലേ ഇത്? ഓ അതെ, ഒരു കോൺഫിഡൻസ് അല്ലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടി ഒരു പാസീവ് ഇൻകം ഉണ്ടാകുക പറയുന്നത് സത്യം പറഞ്ഞ വലിയ കാര്യം. നമ്മളെ ന്യൂ ജോയിനീസ് ഇപ്പം ഒരുപാട് ആൾക്കാർ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ടാവുമല്ലോ. ഇപ്പം കോഴ്സ് പഠിക്കണം, ഫോറക്സ് പഠിക്കണം, അവര് ട്രൂ സെൻസിനെ ചൂസ് ചെയ്യണം. എന്തുകൊണ്ട് ട്രൂ സെൻസിനെ ചൂസ് ചെയ്യണം ബ്രോ റെക്കമെൻഡ് ചെയ്യും? എന്തായിരുന്നു ബ്രോന്റെ അഭിപ്രായം? എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമുള്ളത്, ക്ലിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, മാർക്കറ്റ് വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. നമുക്ക് അല്ലാണ്ട് പുറമെ കംപ്ലീറ്റ് നോയ്സ് ആയിട്ടുള്ളത് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് ശരിക്കും മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ യൂട്യൂബ് ആണെങ്കിലും ബാക്കി സോഷ്യൽ മീഡിയ ആണെങ്കിലും ഓരോരാളും ഓരോ രീതിയിലാണ് പറയല്. ഓരോരാൾക്ക് അവർ പഠിപ്പിച്ചു തരുന്ന ആൾക്കാരുടെ സ്റ്റൈൽ അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ക്ലാസ്. പക്ഷെ അതെല്ലാം നമുക്ക് എല്ലാവർക്കും ആപ്റ്റ് ആവണമെന്നില്ലല്ലോ എല്ലാ ക്ലാസ്സും. എനിക്ക് പറ്റിയത് അതാണ്. ഞാൻ ഓരോ സ്ഥലത്തും അവിടുത്തെ ട്രേഡർ എല്ലാം പ്രോഫിറ്റബിൾ ആണ്. അപ്പൊ അവർക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ സ്റ്റൈല് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷെ മെജോറിറ്റി ആൾക്കാർക്ക് അത് പറ്റുന്നില്ല. ട്രൂ സയൻസിൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാ തോന്നുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അത് ഏത് കോമ്പിനേഷനിൽ ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞു തരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഇതാണ്. കുറച്ചൊരു എഫേർട്ട് കൊടുക്കണ്ട. ഉള്ളിലുള്ള മടിയൊന്നും മാറ്റാൻ റെഡിയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട. പറയുന്ന അതേ റൂട്ടിൽ പോയിക്കോളാം. ഇമോഷൻ മാറ്റി വെക്കുക. റോബോട്ടിനെ പോലെ ട്രേഡ് ചെയ്യുക. കുറെ കോഴ്സുകളൊക്കെ കാണാറുണ്ട്. അത് ഇപ്പൊ സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. യെസ്. സ്ട്രാറ്റജിയിൽ മാത്രം നിൽക്കുക, പുറത്തേക്ക് പോകാണ്ട്. ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി ബ്രോ. എന്തായാലും താങ്ക്സ് ബ്രോ, ടൈം കാര്യങ്ങൾ തന്നതിന്. ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സ് കുറെ ആളോട് പറഞ്ഞു ഇങ്ങനത്തെ ക്ലാസ് ഉണ്ട്. അവരെല്ലാരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇഷ്ടംപോലെ അത്യാവശ്യം പൈസ ഇട്ട് പൊട്ടി പാളീസായിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാരും നാട്ടിലുള്ള സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ ട്രേഡേഴ്സ് ഉണ്ട്. ഇഷ്ടംപോലെ. എല്ലാരും എന്നാ പറയുന്നത് അറിയാം, ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങൾ ഒരു 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം 2,000 വെച്ച് തരാന്നെല്ലാം പറഞ്ഞിട്ട് അപ്പൊ ആൾക്കാർ ഇഷ്ടം പോലെയാണ്. അത് മീൻസ് കോടിക്കണക്കിന് കൊടുക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെല്ലാം മെയിൻ പേഴ്സൺ എന്നറിയോ, ഒരു ഒരു മാസം കഴിയുമ്പോ കൊടുത്ത പൈസന്റെ പകുതി തിരിച്ചു കൊടുക്കും. ബാക്കി ലോസായി ഇല്ല പറഞ്ഞിട്ട് ഒഴിവാക്കി പോവുകയെന്ന്. അപ്പം ആർക്കും അത് ട്രേഡ് മീൻസ് ആ ഭൂരിഭാഗം ഒരു ഇതില്ല. സ്ഥലങ്ങളിലും ഞാൻ തന്നെ സംഭവിക്കുന്നത് ഓൺ എല്ലാവർക്കും പറ്റിയ ബ്രോക്കർഷിപ്പ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ ആണ്. വെച്ചിട്ടൊക്കെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പഠിക്കുക, നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്നാ നിങ്ങളെ പൈസ നിങ്ങൾ കളഞ്ഞതിലൊരു സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ബാക്കിയുള്ളവർ കളഞ്ഞതില്ല അവർ ഇത് വേണ്ടല്ല. Yes. അങ്ങനെ ഞാൻ പറയാം. അപ്പൊ ഞാൻ കുറെ ആളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ട്രൂ സയൻസ് പറഞ്ഞിട്ടുണ്ട്, ഞാനതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഓക്കെ ആയതുകൊണ്ട് മാത്രം ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ കൊടുത്തിട്ട് കളയുന്ന പൈസ ഫീസായിട്ട് പോയി നിങ്ങൾ വിചാരിച്ചോ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത് എന്തായാലും അതിന്റെ ഇത് ഉണ്ടാവുന്ന രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അറിയില്ല, അവര് ഒന്ന് രണ്ടാൾ വിളിച്ചാൽ ഞാൻ നമ്പർ കൊടുക്കാൻ നോക്കിയിട്ട്. ഓക്കെ എനിക്ക് ബ്രോ. അത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ടാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരു പ്രൊമോഷന്റെ കാര്യത്തിന് ഒന്നും വേണ്ടിയിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും. നമുക്കറിയാലോ, പക്ഷെ നാളെ ഇത് കാണേണ്ട ആൾക്കാരാണ് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നവർക്ക് വർക്ക് ആവാത്താണെങ്കിൽ എനക്ക് ഒരു നാളെയും കാണണ്ടാന്നല്ലോ. അതിന്റെ എഫക്ട് ശരിക്കും എന്നെയാണല്ലോ ബാധിക്കല്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, ഒരിക്കലും നിങ്ങളുടെ പേര് ചീത്തയാവില്ല, ഗ്യാരണ്ടി. ഇനി ഓക്കെ. ലൈവ് അക്കൗണ്ട് പ്രോഫിറ്റ് ഒക്കെ വരുന്ന സമയത്ത് അബിന്റെ അടുത്ത് ഷെയർ ചെയ്യുക. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഷെയർ ചെയ്യുന്ന കാണുന്നില്ല, അതുപോലെ നിങ്ങളതും നമ്മൾ ഷെയർ ചെയ്യട്ടെ. ഓക്കെ. ആ ലെവലിലേക്ക് അത് എത്ര നമ്മൾ ഈ പോകുന്നുണ്ട്? ചാർട്ടിൽ ഓരോ ട്രേഡ് ഇപ്പൊ മാർക്ക് ചെയ്യുന്ന സമയത്താണ് ഓരോ ഡൗട്ടും കാര്യങ്ങളും വരല്. അതൊക്കെ സ്പോട്ട് അപ്പൊ അങ്ങനത്തെ സ്പോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, ഡൗട്ട്സ് കാര്യങ്ങൾ ചോദിക്കുക, എല്ലാം സ്പോട്ടിൽ ക്ലിയർ ചെയ്യാം ബ്രോ. കാരണം ഞാൻ ഇവിടെ ചോദിച്ച ഇവിടെ സെഷൻ ആരും കഴിയുന്നതിനോടെ മറ്റേ ക്ലിയറൻസ് സെഷൻ ഫാക്കൽറ്റീസോ കാര്യങ്ങളൊന്നും ഇല്ല, പോകുന്നില്ല. എല്ലാം ട്രേഡേഴ്സ് തന്നെയാണ്. അപ്പൊ എന്തായാലും നടക്കട്ടെ ബ്രോ. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം ആയിക്കോട്ടെ. സെറ്റ് ആക്കി. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ശരി എന്നാ. ഓക്കെ ബ്രോ. ശരി. ഓക്കെ.